ബ്രഹ്മയുഗം 2024 മലയാള സിനിമയിൽ സംഭവിച്ച മറ്റൊരു മാജിക്. മറ്റു സിനിമ ഇൻഡസ്ട്രിക്ക് ഇതുപോലൊരു സിനിമ ചെയ്യുന്ന കാര്യം സങ്കല്പിക്കാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതുപോലൊരു ക്യാരക്ടർ ചെയ്യാൻ തയ്യാറായ മമ്മൂക്ക എന്ന ഗോട്ട് ആക്ടറിന് ഒരു കയ്യടി. സിനിമ കാണാത്തവർ സിനിമ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി സിനിമ കണ്ടവരാണെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്നോടെ സിനിമ കാണുക. നിങ്ങൾക്ക് സിനിമയിലെ പല ഹിഡൻ കണ്ടൻസും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാടിനകത്ത് വഴിതെറ്റി ഒരു പഴയ മനയിലേക്ക് വന്നു കയറുന്ന അർജുൻ അശോകൻ. ആ മനയിൽ താമസിക്കുന്നത് കൊടുമൻ പോറ്റിയായ മമ്മൂക്കയും അയാളുടെ പാചകക്കാരനായും മനയുടെ കാര്യസ്ഥനായുമെല്ലാം നിൽക്കുന്ന സിദ്ധാർത്ഥ ഭരതനും. തൻ്റെ നിസ്സഹായാവസ്ഥയിൽ ആ മനയിൽ താമസിക്കാൻ അർജുൻ അശോകന് അനുവാദം കൊടുക്കുന്ന മമ്മൂട്ടി. എന്നാൽ ആദ്യ കാഴ്ച മുതൽക്കേ അർജുൻ അശോകനോട് പോറ്റിയെ വിശ്വസിക്കരുതെന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് എന്നും സിദ്ധാർത്ഥ ഭരതൻ അർജുൻ അശോകനോട് പറയുന്നുണ്ട്. അതുമാത്രമല്ലാതെ സിദ്ധാർത്ഥ ഭരതന് മമ്മൂക്കിയോട് പ്രത്യേകിച്ചൊരു ബഹുമാനമോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒന്നും തന്നെയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അയാൾ ആ മനയിൽ നിൽക്കുന്നത് എന്ന് കാണുന്ന പ്രേക്ഷകർക്ക് സംശയം തോന്നാം. പിന്നെ മനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദിവസങ്ങൾ കഴിയും തോറും ക്ഷയിച്ച് വരുന്ന ഒരു മനയ്ക്ക് അകത്ത് വരെ കാട് പിടിച്ച് ഇടിഞ്ഞ് പൊളിഞ്ഞു വൃത്തിഹീനമായാണ് കിടക്കുന്നത്. അതായത് ഒരു മനുഷ്യനെങ്ങനെ ഈ സ്ഥലത്ത് താമസിക്കും എന്ന് കാണുന്ന കാഴ്ചക്കാരിൽ ചോദ്യമുണർത്തുന്ന രീതിയിൽ. അവിടെ താമസിക്കുന്നത് ഒരു മനുഷ്യനല്ല എന്നുള്ളത് മമ്മൂക്കിയെ കാണിക്കുന്ന ആദ്യ സീൻ മുതൽ നമുക്ക് പല സിംബോളിക് സീനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ പോറ്റിയെ കാണിക്കുന്ന ആദ്യ സീനിൽ അദ്ദേഹം വെറ്റില ചവയ്ക്കുന്ന ഒരു സീനുണ്ട്. അതിൽ തന്നെ ഒരു അസ്വാഭാവികത നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചാൽ എന്നും മാംസാഹാരവും കള്ളുമാണ് പോറ്റിയായ മമ്മൂട്ടിക്ക് സിദ്ധാർത്ഥ ഭരതൻ കൊടുക്കുന്നത്. അതുമാത്രമല്ലാതെ അത് അയാൾ കഴിക്കുന്ന രീതി ഒരു മനുഷ്യൻ്റേതല്ല എന്ന് തോന്നിപ്പിക്കുന്നു. അതുമാത്രമല്ലാതെ മുകളിൽ ചാത്തനെ തളച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് മുകളിലേക്ക് സിദ്ധാർത്ഥ ഭരതൻ കൊണ്ടുപോകുന്ന ഭക്ഷണം കഞ്ഞിയും പയറുമാണ്. അതും പ്രേക്ഷകർക്ക് ഡയറക്ടർ സിംബോളിക്കായി പറഞ്ഞു തരാൻ ശ്രമിച്ചതായിരുന്നു. അതായത് കൊടുമൻ പോറ്റിയുടെ രൂപത്തിലുള്ളത് ചാത്തനാണ് എന്നുള്ളത്. അതുപോലെ ആ മനയിലെ എല്ലാ നീക്കങ്ങളും അറിയാൻ കഴിയുന്ന മമ്മൂക്കയ്ക്ക് സിദ്ധാർത്ഥ ഭരതൻ്റെ നീക്കങ്ങളും പ്രവൃത്തിയും എന്തുകൊണ്ട് അറിയാൻ കഴിയുന്നില്ല? ഒരുപക്ഷെ പോറ്റിയുടെ രക്തമായതുകൊണ്ടോ അല്ലെങ്കിൽ മന്ത്രതന്ത്രങ്ങൾ കൊണ്ടോ സിദ്ധാർത്ഥ ഭരതനും ചാത്തൻ്റെ സ്വാധീന വലയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവുണ്ടായേക്കാം. പിന്നെ ഇതിൽ പറയുന്ന ഒരു പ്രധാന വിഷയം അധികാരവും അടിമത്തവും. കൊടുമൻ പോറ്റിയുടെ കുടുംബത്തിലെ കാരണവർ ചുടലൻ പോറ്റി പൂജ ചെയ്ത് വരാഹിയെ പ്രത്യക്ഷപ്പെടുത്തി പ്രീതിപ്പെടുത്തി വാങ്ങിയ ചെപ്പ്. ആ ചെപ്പിൽ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ചാത്തനും. എന്നാൽ പോറ്റിയുടെ ദുരാഗ്രഹത്താൽ ചാത്തനെ അടിമയായി കാലങ്ങളോളം വയ്ക്കുന്നു. ഒരവസരം ലഭിച്ചപ്പോൾ ചാത്തൻ പോറ്റിയെയും പോറ്റിയുടെ കുടുംബത്തെയും അതേപോലെ അവരെ അടിമയാക്കി അവരിന്മേൽ അധികാരം സ്ഥാപിക്കുന്നു. എന്നാൽ ഇതിന് ഒരു അവസാനം വരുത്താനായി ചാത്തൻ്റെ ആയുസായ കെടാവിളക്ക് കെടുത്താൻ ആഗ്രഹിക്കുമ്പോഴും ആ അധികാരത്തിൻ്റെ മോതിരം ധരിക്കാൻ സിദ്ധാർത്ഥ ഭരതൻ കാണിക്കുന്ന ഒരു ത്വര, അത് തൻ്റെ അവകാശമാണെന്നുള്ള തോന്നൽ, അയാളുടെ ഉള്ളിലെ അധികാരമോഹത്തെ തന്നെയല്ലേ അതും ചൂണ്ടിക്കാണിക്കുന്നത്? അതായത് അധികാരം കിട്ടുന്നതോടുകൂടി മനുഷ്യൻ്റെ ഉള്ളിലെ ചാത്തൻ ഉണരുകയും തനിക്ക് താഴെയുള്ളവരെ തൻ്റെ അധികാരപരിധിയിൽ നിർത്തണമെന്നുള്ള ചിന്തയെ കാണിക്കുന്നു. അതുകൊണ്ടാവാം സിനിമയുടെ അവസാനം പറങ്കിപ്പടയെ കാണിക്കുന്നത്. അതായത് ഇത് തുടരും എന്നുള്ളതിനുള്ള സൂചന. അതുതന്നെയല്ലേ ഇന്നും നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ന് നമ്മളെ ഭരിക്കുകയും അടിമയായി കാണുകയും അതേ അധികാരത്തിന് വേണ്ടി അടികൂടുന്ന സമൂഹവും അതെല്ലാം നോക്കിക്കാണുന്ന ചാത്തനും. മമ്മൂക്ക പതിവ് പോലെ തൻ്റെ റോൾ ഭംഗിയായി കെട്ടിയാടിയിട്ടുണ്ട്. ആ ഒരു രാക്ഷസ ചിരിയിൽ തന്നെയുണ്ട് അയാൾ ആരാണ് എന്ന് കാണിക്കുന്ന സൂചന. താൻ സ്ക്രീനിൽ വരാത്ത സമയം പോലും മമ്മൂക്കയുടെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞെട്ടിച്ചത് സിദ്ധാർത്ഥ ഭരതൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് ക്യാരക്ടർ ആവുമെന്നുള്ളതിൽ സംശയമില്ല. പിന്നെ അർജുൻ അശോകൻ, അദ്ദേഹവും അതിഗംഭീരമായി തന്നെയാണ് നിറഞ്ഞാടിയിരിക്കുന്നത്. ഇനി നിങ്ങൾ സിനിമ കണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക.